ഹിമാചൽ പ്രദേശിലെ ശാന്തസുന്ദരമായ ഏതാനും ഗ്രാമങ്ങളിലൂടെ സുഹൃത്തുക്കളുമായി ചേർന്ന ഒരു യാത്ര. മനോഹരമായ ഭൂപ്രകൃതിയും അതിശൈത്യവും തികച്ചും വ്യത്യസ്തങ്ങളായ സംസ്കാരവുമെല്ലാം അനുഭവിച്ചറിഞ്ഞ നാളുകൾ. ഈ വ്യത്യസ്തത ഞങ്ങൾ സന്ദർശിച്ച ഗ്രാമങ്ങളുടെ പേരുകളിലുമുണ്ട്. സാംഗ്ല, ചിറ്റ്കുൾ, ട്രെക്കങ് പിയോ, കൽപ്പ, നാക്കോ, ടാബോ, ഖാസ, സ്പിറ്റി, അങ്ങനെ പോകുന്നു പേരുകൾ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നായിട്ടാണ് ഞങ്ങൾ 7 അംഗ സംഘം പുറപ്പെട്ടത്. എല്ലാവരും അധ്യാപകർ. പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര കുറെ കൂടി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടതാണ്. കാശ്മീരിലേക്ക് ബുക്ക് ചെയ്തിരുന്ന ഹിമസാഗർ എക്സ്പ്രസിൽ തന്നെ നേരെ ഡൽഹിയിലേക്ക്, അവിടെ നിന്ന് വന്ദേ ഭാരതിൽ ചണ്ഡീഗഡിലേക്ക്. ചണ്ഡീഗഡിൽ ക്യാബുമായി സഞ്ജീവ് ഭയ്യ എത്തിയിരുന്നു. അവിടെ നിന്ന് കേവലം 2.5 മണിക്കൂർ റോഡ് മാർഗം യാത്ര ചെയ്താൽ ഷിംലയിലെത്താം. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്തത് 5 മണിക്കൂർ ദൈർഘ്യമുള്ള ടോയ് ട്രെയിൻ യാത്രയായിരുന്നു. അതിനായി 27 കിലോമീറ്റർ ക്യാബിൽ സഞ്ചരിച്ച് ഹരിയാനയിലെ കൽക്ക റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 650 മീറ്റർ ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചരിത്രപ്രസിദ്ധമായ കൽക്ക ഷിംല ഹെറിറ്റേജ് ട്രെയിൻ യാത്രക്കാരെ കാത്തുകിടക്കുന്നു. അത്യധികം കൗതുകത്തോടെ ഞങ്ങൾ ആ നാരോ ഗേജ് ട്രെയിനിൽ സ്ഥാനം പിടിച്ചു. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ ട്രെയിൻ പതിയെ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ടോയ് ട്രെയിനിൽ സ്വപ്നതുല്യമായ യാത്ര. അഴികളില്ലാത്ത വലിയ ജനൽപ്പാളികളുടെ അടുത്തിരുന്ന് ഹിമാലയൻ മലഞ്ചെരിവുകളുടെ ഭംഗി ആവോളം ആസ്വദിക്കാൻ ഞങ്ങൾ മത്സരിച്ചു. ഇനിയൊരൽപ്പം ചരിത്രമാകാം. 1903 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ചതാണ് ഈ റെയിൽവേ ലൈൻ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ വേനൽക്കാല വസതിയായ ഷിംലയിലേക്കുള്ള യാത്ര സുഗമമാക്കാനായിരുന്നു ഈ പാത നിർമ്മിച്ചത്. 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ കേവലം 1ഉം 2ഉമല്ല 102 തുരങ്കങ്ങളാണുള്ളത്. കൂടാതെ 864 പാലങ്ങളും. ഹിമാലയത്തിന്റെ കുത്തനെയുള്ള ദുർഘടമായ ഭൂപ്രകൃതിയിലൂടെ ഇങ്ങനെയൊരു പാത വെട്ടിത്തെളിച്ച ആ എഞ്ചിനീയറിംഗ് വൈഭവത്തിൽ ഞങ്ങൾ അത്ഭുതം കൂറി. ചാറ്റൽ മഴയും നനുത്ത കാറ്റുമേറ്റ് പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള അതിസുന്ദരമായ യാത്ര. ചരിത്ര വഴികളിലൂടെ ചൂളം വിളിച്ച് ട്രെയിൻ മുന്നേറുമ്പോൾ അനിർവചനീയമായ ഒരു അനുഭൂതി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. 650 മീറ്റർ ഉയരത്തിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിലുള്ള ഷിംല റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നു. അപ്പോഴേക്കും മഴയുടെ കാഠിന്യമേറിയിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങി തണുത്ത് വിറങ്ങലിച്ച് ക്യാബിനടുത്തേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി. ഇനിയും അതിമനോഹരമായ ഏറെ കാഴ്ചകൾ ഞങ്ങളെ കാത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. ടൂർ പാക്കേജുകളിലൊന്നും അധികം ഇടം പിടിക്കാത്ത ഹിമാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നന്ദി.